ശ്രദ്ധിച്ചിട്ടില്ലേ? ചില ആൾക്കാർ സംസാരിക്കുമ്പം നമ്മളത് കുറച്ചും കൂടി കാര്യമായിട്ട് ശ്രദ്ധിക്കും. എന്തുകൊണ്ടാണത്? അവർക്ക് ഒരു പ്രോ പോലെ സംസാരിക്കാൻ കഴിയുന്നത് കൊണ്ടാണ്. വെൽക്കം ബാക്ക് ടു മോർണിംഗ് കോഫി വിത്ത് ഡോക്ടർ അനിറ്റ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞാനിന്ന് സംസാരിക്കാൻ പോകുന്ന ടോപ്പിക്ക് എങ്ങനെയാണ് നമുക്ക് മനോഹരമായിട്ട് സംസാരിക്കാൻ കഴിയുക എന്നതിനെ കുറിച്ചിട്ടാണ്. അതിൽ ഏറ്റവും ആദ്യത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ സംസാരം കുറച്ച് സ്ലോ ആക്കുക എന്നുള്ളതാണ്. ഞാനിപ്പോൾ ഒരാളോട് സംസാരിക്കുമ്പം അത് അയാൾക്ക് കൂടുതൽ വ്യക്തമായി മനസ്സിലാകുന്നതിനോടൊപ്പം തന്നെ നമ്മൾ നല്ല കോൺഫിഡൻ്റ് ആയിട്ടാണ് സംസാരിക്കുന്നത് എന്ന് അവർക്ക് തോന്നാനും കൂടിയിട്ടാണ് നമ്മൾ സ്ലോ ഡൗൺ ചെയ്ത് സംസാരിക്കണം എന്ന് പറയുന്നത്. നമ്മളൊരു കാര്യം വളരെ സ്പീഡിൽ സംസാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ സംസാരിക്കുന്ന ടോപ്പിക്കിൽ നമുക്ക് അത്ര നോളജ് ഇല്ല എന്നും അതോടൊപ്പം തന്നെ നമ്മൾ കോൺഫിഡൻ്റ് ആയിട്ടല്ല സംസാരിക്കുന്നത് എന്നും നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് തോന്നാനുള്ള ഒരു സാഹചര്യമുണ്ട്. ആൻഡ് സെക്കൻഡ് തിങ് എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ ഐ കോണ്ടാക്റ്റിലൂടെ സംസാരിക്കുക. ഞാൻ ഒരാളോട് സംസാരിക്കുമ്പം ഞാൻ അവരുടെ കണ്ണിൽ നോക്കാതെ അല്ലെങ്കിൽ അവരുടെ മുഖത്ത് പോലും നോക്കാതെ വേറെ പല ആംഗിളിൽ നോക്കി സംസാരിക്കുമ്പം നമ്മൾ സംസാരിക്കുമ്പം ഒരു കോൺഫിഡൻസ് ഇല്ലാത്തതുപോലെ നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് തോന്നാൻ വേണ്ടി സാധ്യതയുണ്ട്. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു ടോപ്പിക്കിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നതിന് മുൻപേ നമ്മൾ എന്താണോ പറയാൻ പോകുന്നത് എന്ന് ഒരു 2-3 സെക്കൻഡ് നമ്മളൊന്ന് ചിന്തിക്കുക. കൂടുതലായിട്ടും ഈ നന്നായിട്ട് സംസാരിക്കുന്ന ആളുകൾ അവർക്ക് പെട്ടെന്ന് മനസ്സിൽ വരുന്ന കാര്യം പറയാതെ കുറച്ചൊന്ന് പോസ് ചെയ്ത് അവരത് ചിന്തിച്ചതിന് ശേഷം മാത്രമാണ് അവരത് സംസാരിക്കുക. ആൻഡ് ഫോർത്ത് തിങ് എന്ന് പറയുന്നത് നമുക്കറിയാം അല്ലേ, നമുക്കൊരു ടോപ്പിക്കിനെ കുറിച്ച് നാളെ ഒരു പ്രസൻറ്റേഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂവിൽ സംസാരിക്കാനുണ്ട്, ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരോട് നമുക്ക് സംസാരിക്കാനുണ്ട്. ഇങ്ങനെ വരുന്ന സംഭവങ്ങളിൽ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് അല്ലേ, നമ്മളത് പ്രാക്ടീസ് ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കും. ചിലപ്പോൾ 2-3 ദിവസമായിട്ട് നമ്മളത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടാവും. ബട്ട് എപ്പോഴും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പം നിങ്ങൾ എങ്ങനെയാണ് ആ ക്ലാസ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന രീതിയിൽ തന്നെ അത് പ്രാക്ടീസ് ചെയ്യണം. ഒരിക്കലും ഒരു സംസാരിക്കാൻ പോകുന്ന കാര്യം മൈൻഡിലിട്ട് ഇങ്ങനെ അധികം പ്രാക്ടീസ് ചെയ്യാണ്ട് നല്ല ഉറക്കെ ഒരു കണ്ണാടിയിൽ നോക്കി നിങ്ങൾ ഉപയോഗിക്കുന്ന ആംഗ്യങ്ങൾ എന്തൊക്കെയാണ്, അത് സംസാരിക്കുമ്പം നിങ്ങളുടെ മുഖത്ത് വരുന്ന ഫേഷ്യൽ എക്സ്പ്രഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളത് ആദ്യം നിങ്ങൾ തന്നെ ഒരു കണ്ണാടിയിൽ നോക്കിയിട്ട് ഉറക്കെ 1-2 തവണ അതൊന്ന് പറഞ്ഞ് ശീലിച്ചാൽ നിങ്ങൾക്ക് തന്നെ അതിൽ എവിടെയെങ്കിലും പ്രശ്നങ്ങൾ വരുന്നുണ്ടോ എന്നുള്ളത് ഒന്ന് അനലൈസ് ചെയ്യാനും അതുപോലെ തന്നെ പിറ്റത്തേക്കുള്ള ആ ഒരു പരിപാടിയിൽ കുറച്ചും കൂടി നന്നായിട്ട് സംസാരിക്കാനും വേണ്ടി സാധിക്കും. അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ വൊക്കാബുലറി കൂട്ടുക എന്നുള്ളതാണ്. നിങ്ങൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ വൊക്കാബുലറിയിൽ നല്ല സംഭരരായിട്ടുള്ള ആളുകളായിരിക്കണം. ഒരു സ്ഥലത്ത് പോലും വാക്കുകൾക്ക് ക്ഷാമം വരാൻ വേണ്ടി പാടില്ല. അതുമാത്രമല്ല, ഇപ്പം നിങ്ങൾക്ക് പോലും ഞാൻ സംസാരിക്കുന്നത് എല്ലാ ദിവസവും ഒരേ പദങ്ങൾ വെച്ചിട്ട് തന്നെ ഞാൻ സംസാരിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ അത് കേൾക്കുന്ന നിങ്ങൾക്ക് പോലും അത് ബോറടിക്കാനുള്ള ഒരു ടെൻഡൻസിയിലോട്ടാണ് പോകുന്നത്. സോ എസ്പെഷ്യലി നമ്മളൊരു സ്പീക്കർ ആണെങ്കിൽ പ്രത്യേകിച്ചും നമ്മൾ ചിലപ്പോൾ ഒരേ ടോപ്പിക്സിനെ കുറിച്ചിട്ടായിരിക്കും പല പല ഗ്രൂപ്പ് ഓഫ് ആളുകളോട് സംസാരിക്കുന്നത്. ചിലപ്പോൾ ആ ഗ്രൂപ്പുകളിൽ തന്നെ മുന്നേ നമ്മുടെ ക്ലാസ് കേട്ട ആളുകളുണ്ടാവും. സോ എപ്പോഴും നമ്മൾ സംസാരിക്കുന്നതിന് മുൻപേ നമ്മൾ ഉപയോഗിക്കുന്ന പദങ്ങളിലൊക്കെ കുറച്ച് വ്യത്യാസങ്ങൾ വരുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക. അതിനാണ് നമ്മൾ എപ്പോഴും പറയുന്നത് സംസാരിക്കുന്ന ആളുകൾ കൂടുതലായിട്ടും വായിക്കുന്ന ആളുകളായിരിക്കണം എന്ന് പറയുന്നത്. ബിക്കോസ് നമ്മൾ എത്രത്തോളം വായിക്കുന്നോ അത്രത്തോളം നമ്മുടെ വൊക്കാബുലറി ഇൻക്രീസ് ചെയ്യും. ഇനി നമ്മുടെ വൊക്കാബുലറി ഇൻക്രീസ് ആയോ എന്ന് നോക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ പഠിച്ച ആ ഒരു പുതിയ വാക്ക് വെച്ചിട്ട് നമ്മൾ സ്വന്തമായിട്ട് സെൻറ്റൻസസ് ക്രിയേറ്റ് ചെയ്തിട്ട് ആളുകളോട് സംസാരിക്കുക എന്നാണ്. അത് ഏത് ലാംഗ്വേജ് ആയിക്കോട്ടെ, ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി, ഏത് ലാംഗ്വേജ് ആണെങ്കിലും നമ്മൾ പുതിയതായി പഠിച്ച ആ ഒരു വാക്ക് ഉപയോഗിച്ചിട്ട് നമ്മൾ സെൻറ്റൻസസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അടുത്ത ഒരു കാര്യം, നമ്മൾ ഒരു സെൻറ്റൻസ് പറഞ്ഞ് നിർത്തി കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു പോസ് എടുത്തിട്ട് മാത്രം അടുത്ത ഒരു കാര്യം സംസാരിക്കുക. കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിങ്ങനെ ഫ്ലോയിങ് എന്ന് പറയും. പക്ഷെ ഫ്ലോയിങ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം
നമ്മൾ വളരെ സ്പീഡിൽ സംസാരിക്കുക എന്നുള്ളതല്ല. ഒരു കാര്യം പറഞ്ഞ് ജസ്റ്റ് ഒരു പോസ് എടുത്തതിന് ശേഷം മാത്രം അടുത്ത ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കുക. ബിക്കോസ് നമ്മളങ്ങനെ നിർത്തുന്ന ഓരോ ബ്രേക്കിലും നമ്മുടെ ഓപ്പോസിറ്റ് നമ്മളെ കേൾക്കുന്ന ആ ആളിലേക്ക് അത് കൂടുതലായിട്ട് എത്താൻ വേണ്ടി സഹായിക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളിൽ തന്നെ കോൺഫിഡൻ്റ് ആയിട്ട് വേണം സംസാരിക്കാൻ വേണ്ടി. എപ്പോഴും നമ്മളൊരു ആളുകളെ നമ്മൾ ഫേസ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് കോൺഫിഡൻ്റ് ആവുക? നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സിങ് സ്റ്റൈൽ സ്വീകരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. എസ്പെഷ്യലി ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളൊക്കെ നമ്മൾ കാണാൻ പോകുമ്പോൾ നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സ് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കൂടുതലായിട്ടും നമ്മുടെ സംസാരത്തിലേക്ക് നമ്മുടെ കോൺസെൻട്രേഷൻ മാറ്റാൻ വേണ്ടി സഹായിക്കും. അതർവൈസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫുൾ ടൈം നമ്മുടെ ഈ ഡ്രസ്സിലേക്കും നമ്മൾ ഇട്ടിരിക്കുന്ന ഓർണമെൻറ്റ്സിലേക്കൊക്കെ നമ്മുടെ ശ്രദ്ധ പോകാൻ വേണ്ടിയിട്ട് ഒരു റീസൺ ഉണ്ട്. അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത്, എപ്പോഴും മുഖത്ത് ഒരു ചിരിയോടുകൂടെ സംസാരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നമ്മുടെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളുകൾ അവർ പല മെൻ്റൽ സ്റ്റേറ്റിൽ ഇരുന്നിട്ടായിരിക്കും നമ്മൾ പറയുന്ന കാര്യം കേൾക്കുന്നത്. അപ്പം നമ്മൾ പ്രത്യേകിച്ച് ഒരു എക്സ്പ്രഷനും ഇല്ലാണ്ട് വളരെ നിർവികാരമായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളുകളിലേക്ക് നമ്മുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസ് പോലും കടന്നു ചെല്ലാൻ വേണ്ടിയിട്ടുള്ള സാധ്യതയുണ്ട്. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ കോൺഫിഡൻസിൻ്റെ കാര്യം. നമ്മൾ ഒരാളും ജനിക്കുമ്പോൾ തന്നെ നല്ല അടിപൊളിയായി സംസാരിച്ചിട്ടായിരിക്കില്ല ജനിക്കുന്നത്. ബൈ പ്രാക്ടീസസിലൂടെ മാത്രമാണല്ലേ ഒരാൾക്ക് നന്നായിട്ട് സംസാരിക്കാൻ വേണ്ടി പറ്റുക. സോ നിങ്ങൾക്ക് കോൺഫിഡൻ്റ് ഇല്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ സംസാരിക്കാതിരിക്കരുത്. ഈവൻ എല്ലാവരും അവർ എത്രയോ നാളായിട്ട് സംസാരിച്ചിട്ടാണ് ഇപ്പം നല്ല മനോഹരമായിട്ട് സംസാരിക്കുന്ന ഒരു രീതിയിലേക്ക് എത്തിയിട്ടുണ്ടാവുക. അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ സംസാരിക്കുന്നത് നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ തന്നെ റെക്കോർഡ് ചെയ്തിട്ട് നിങ്ങൾ കേൾക്കുക. അതായത് ഒരു ടോപ്പിക്കിനെ കുറിച്ച് നിങ്ങൾക്ക് നാളെ ഒരു കാര്യം എടുക്കാനുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു 5 മിനിറ്റ്സ് നിങ്ങൾ സംസാരിക്കുന്ന രീതി, നിങ്ങളുടെ വോയിസ് മോഡുലേഷൻസ്, നിങ്ങൾ ഒരേ ടോണിൽ തന്നെയാണോ ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ സംസാരിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾക്കൊരു 5 മിനിറ്റ് നിങ്ങൾ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകും ഇതൊരു ബോറിംഗ് ആയിട്ടാണോ ഞാൻ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ആളുകളിലേക്ക് എത്താനുള്ള ഒരു സാധ്യതയുണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. സോ എപ്പോഴും നമ്മുടെ സംസാര രീതി എങ്ങനെയാണ് എന്ന് നമ്മൾ സ്വന്തമായിട്ട് ഒന്ന് അനലൈസ് ചെയ്യുക. ആൻഡ് വേറൊരു കാര്യം എന്ന് പറയുന്നത്, കഴിയുന്നതും നമ്മൾ സംസാരിക്കുന്ന സെൻറ്റൻസുകളിൽ ഫില്ലിംഗ് വേർഡ്സ് എന്ന് പറയും. അതായത് ലൈക്ക്, ആക്ച്വലി, ഓക്കെ, അങ്ങനെയുള്ള വാക്കുകൾ കുറച്ച് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. വേറൊന്നും കൊണ്ടല്ല, നിങ്ങൾക്ക് തന്നെ അത് മനസ്സിലാവുന്ന കാര്യമായിരിക്കും. ഒരാൾ നമ്മളോടൊരു കാര്യം സംസാരിക്കുമ്പം ഒത്തിരി പ്രാവശ്യം എന്നൊക്കെ പറയുമ്പം നമുക്ക് തന്നെ ഇവരെന്താ ഇങ്ങനെ സംസാരിക്കുന്നത് എന്നൊരു തോന്നൽ വരും. എസ്പെഷ്യലി ഒരു മാസ് ഓഫ് ആൾക്കാരോട് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമുക്ക് ഒത്തിരി തവണ നമ്മളത് കേട്ടാൽ നമുക്കൊരു ബോറടി വരത്തില്ലേ? അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് നമ്മുടെ വൊക്കാബുലറി നല്ല സഫിഷ്യൻ്റ് ആയിട്ട് എപ്പോഴും വെക്കുക എന്നുള്ളത്. വേർഡ്സ് നമ്മൾ സംസാരിക്കുന്ന ഒരു കാര്യത്തിനകത്ത് നമുക്കൊരു ക്ഷാമം ഉണ്ടാകാതിരിക്കണം. നെക്സ്റ്റ് ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ഇപ്പോൾ ഒരു ടോപ്പിക്കിനെ കുറിച്ച് ആദ്യം തന്നെ സംസാരിക്കാനുള്ള രീതിയിലേക്ക് പറ്റുന്നില്ലെങ്കിൽ ജസ്റ്റ് നിങ്ങൾ വായിച്ച ഒരു കഥ, നിങ്ങൾ വായിച്ച ഒരു നോവലിൽ ഒരു 2-3 പേജസോ എന്തെങ്കിലും അത് ഉറക്കെ പറഞ്ഞ് പഠിക്കുക. ഉറക്കെ അത് തന്നെ ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ നോക്കിക്കൊണ്ടിരിക്കുക. കാരണം ഇപ്പോൾ ചില ആൾക്കാർക്കറിയാലോ, ഇപ്പോൾ ഒരു ടോപ്പിക്കിനെ കുറിച്ച് പറയാൻ നമുക്ക് പെട്ടെന്ന് കിട്ടത്തില്ല എന്നുണ്ടെങ്കിൽ, ഞാൻ ഉദ്ദേശിക്കുന്നത് പ്രാക്ടീസ് സെഷൻസിൻ്റെ സമയത്ത് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾ മുന്നേ പഠിച്ച ഒരു കഥ അല്ലെങ്കിൽ വായിച്ച ഒരു ഭാഗം നിങ്ങൾ അത് തന്നെ ഉറക്കെ ഒന്ന് പറഞ്ഞ് പഠിക്കുക. പിന്നത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ക്ലാസ്സിലൊക്കെ ടീച്ചേഴ്സ് പറഞ്ഞ് കേട്ടിട്ടുണ്ട് അല്ലേ, ഉറക്കെ വായിക്കുന്നത്. നമ്മളൊരാളോട് സംസാരിക്കുന്ന സമയത്ത് ഒരിക്കലും നമ്മുടെ ശബ്ദം ഒരു പരിധിയിൽ താഴ്ത്തി സംസാരിക്കരുത്, ഒരു പരിധിയിൽ ഉയർത്തിയും സംസാരിക്കരുത്, പക്ഷെ ഒരു പരിധിയിൽ താഴ്ത്തി സംസാരിക്കരുത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പറയുന്ന ഒരു കാര്യം കൃത്യമായി അവരുടെ അടുത്തേക്ക് കമ്മ്യൂണിക്കേറ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് അത് പിന്നീട് കേൾക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. ഓക്കെ, ഇത്ര നേരം ഞാൻ പറഞ്ഞത് എങ്ങനെയാണ് നമ്മുടെ സംസാര രീതിക്ക് ഒരു വ്യത്യാസം വരുത്തുക എന്നുള്ളതാണ്. അടുത്തൊരു കാര്യം, ഇതൊരു ലാസ്റ്റ് ഒരു ടിപ്പ് പോലെയാണ്. അതായത് എസ്പെഷ്യലി നമ്മളൊരു ക്ലാസ്സസ് എടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇതൊരു 1 സൈഡ് സെഷൻ പോലെ നിങ്ങൾ ചെയ്യാതിരിക്കുക. നിങ്ങളവിടെ ചെല്ലുന്നു, നിങ്ങളുടെ ടോപ്പിക്കിനെ കുറിച്ച് നിങ്ങളിങ്ങനെ നിർത്താതെ 1 മണിക്കൂർ 2 മണിക്കൂർ കേൾക്കുന്നു. ആൾക്കാരത് കേൾക്കുന്ന ഒരു എക്സ്പ്രഷൻസ് അവർ തരുന്നുണ്ടാവും, ബട്ട് മേ ബി അവരതിനകത്തോട്ട് ഫുള്ളായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. സോ
അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് നമ്മൾ കൂടുതലായിട്ടും ഒരാൾക്കാരോട് അവരെയും കൂടി ഇൻട്രാക്ട് ചെയ്തിട്ട് വേണം നമ്മളൊരു ക്ലാസ് എടുക്കാൻ വേണ്ടി. ഇത് ഒരുവിധം എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമായിരിക്കും. പുതുതായിട്ട് ആരെങ്കിലും ഉള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. എന്ത് ടോപ്പിക് ആയിക്കോട്ടെ, അത് ഈവൻ ചെറിയ മക്കളാണെങ്കിൽ പോലും, ചെറിയ പിള്ളേർക്കാണെങ്കിൽ പോലും നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യം അവർക്കത് മനസ്സിലാകുന്നുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും കൂടിയിട്ടാണ് നമ്മൾ അവരോട് ക്വസ്റ്റ്യൻസ് ചോദിക്കണമെന്ന് പറയുന്നത്. ഒരു ഇൻട്രാക്റ്റീവ് സെഷനിൽ മാത്രമേ നമ്മുടെ ബ്രെയിൻ ഫുള്ളി കോൺസെൻട്രേറ്റഡ് ആയിട്ടിരിക്കൂ എന്നാണ് ഈ ഒരു ചെറിയൊരു കാലത്തെ എക്സ്പീരിയൻസ് നിന്ന് എനിക്ക് മനസ്സിലാകാൻ പറ്റിയൊരു കാര്യം. നമ്മൾ നമ്മുടെ ക്ലാസ് എടുക്കുന്നു പോകുന്നു എന്നുള്ളൊരു രീതിയിലോട്ടാണെങ്കിൽ നമ്മുടെ ഓഡിയൻസിന് അത്രയും അതൊരു യൂസ്ഫുള്ളായി മാറും എന്നെനിക്ക് തോന്നുന്നില്ല. സോ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അതിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങളൊരു ക്ലാസ് എടുക്കാൻ പോകുന്നതിന് മുന്നേ, അല്ലെങ്കിൽ ഒരാളോട് സംസാരിക്കാൻ പോകുന്നതിന് മുൻപേ, ഒരു ഇൻ്റർവ്യൂവിന് പോകുന്നതിന് മുൻപേ ബി പ്രസൻറ്റബിൾ. അത് അല്ലാണ്ട് നിങ്ങൾ കോൺഫിഡൻ്റ് ആയിരിക്കുക. നല്ല പോളിഷ്ഡ് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇന്നേ വരെ ഉപയോഗിച്ച ശീലമില്ലാത്ത ഡ്രസ്സുകൾ, ഓർണമെൻറ്റ്സ്, ഹെയർ സ്റ്റൈല് ഒക്കെ ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ മേ ബി അത് നിങ്ങൾക്ക് തന്നെ ഒരു ഡിസ്കംഫർട്ട് ഫീൽ തരാനാണ് സാധ്യത. സോ എപ്പോഴും നിങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു ഡ്രസ്സിങ് സ്റ്റൈല് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ സംസാരത്തിനകത്തൊരു കാൽഭാഗം നിങ്ങളുടെ കയ്യിൽ തന്നെ നിൽക്കും. അതുപോലെ ഉറക്കെ സംസാരിക്കുക, നിർത്തി സംസാരിക്കുക. നമ്മൾ പറയുന്ന കാര്യം നമ്മുടെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്ക് കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം സംസാരിക്കുക. ഐ കോണ്ടാക്റ്റും ബോഡി ലാംഗ്വേജും ഒന്ന് ശ്രദ്ധിക്കുക. അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് മറ്റൊരു വീഡിയോയിൽ സംസാരിക്കാം. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ താങ്ക് യു.